ഹായ് ഹലോ. അപ്പം നമുക്കിന്നൊരു വെള്ളച്ചാട്ടം കാണാൻ പോയാലോ? അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് കൊന്നക്കാട് എന്ന സ്ഥലത്താണ്. അപ്പം അവിടെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. കാസർഗോഡിൻ്റെ അതിരപ്പള്ളി എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ അടുത്തുള്ള പ്രകൃതി ഭംഗികളാണല്ലോ നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും യാത്ര തുടങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ എല്ലാവരും ഉണ്ട്. അപ്പം പൊന്നൂസ് ഫ്രണ്ടിലാണ് ഇരുന്നത്. അവന് ഫ്രണ്ടിൽ ഇരുന്നാലേ വണ്ടി കാണാൻ പറ്റുള്ളൂ പറഞ്ഞ് ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പം ഞങ്ങൾ തയ്യന് വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറുണ്ട് അവിടെ എത്തണമെങ്കിൽ. അപ്പം ഞാൻ വണ്ടിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിലോട്ട് നോക്കിയ ഇരിപ്പാണ്. അതുകൊണ്ടാണ് കുറേ വീഡിയോസ് വെളിയിലത്തെ റോഡിൻ്റെ സൈഡിലുള്ള വ്യൂകൾ. അപ്പോൾ ദേ നമ്മുടെ പൊന്നൂസ് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നോക്കു പോലുമില്ല. ക്യാമറ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. ഇപ്പോൾ വിളിച്ചപ്പോൾ ഒന്ന് നോക്കിയിട്ടുണ്ട് അവൻ. അപ്പോൾ ദേ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്. അപ്പോൾ വെള്ളച്ചാട്ടം കുറച്ച് മുകളിലാണ്. നമ്മളതിൻ്റെ താഴെ ഒന്ന് വന്നതാണ്. അവിടെ ഇറങ്ങി ഇരുന്നാൽ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് അവിടുന്ന്, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. ഈ പാലത്തിനിടയിൽ കൂടെ താഴോട്ട് പോകും. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നല്ല ഭംഗിയാണ്. ദൂരെന്ന് കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അപ്പം അടുത്തുനിന്ന് കാണുമ്പോൾ എത്ര രസമായിരിക്കും എന്ന് അറിയാം. ഇതാ അവിടെ നിന്ന് നോക്കുന്ന മലകളാണ്. എന്ത് രസമാണെന്നറിയാം ആ പാലത്ത് നിന്ന് കാണാൻ. ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മളിവിടെ എത്തി. താഴെ അതിൻ്റെ തൊട്ട് താഴെയുള്ള പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ഇത്. ഇപ്പോൾ ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളമാണിത്. നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു ഇവിടെ എത്തിയപ്പം. അന്നേരം മഴയത്ത് കാണാൻ അതിനേക്കാട്ടിലും രസമാണ്. അപ്പോൾ നമ്മൾ കുട പിടിച്ച് താഴെ നിൽക്കുകയാണ്. അപ്പം അതേ നമ്മൾ മഴ കുറച്ച് കുറഞ്ഞപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നു. എല്ലാവരും അവിടെ ഇറങ്ങുന്നൊക്കെയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഈ വെള്ളച്ചാട്ടം വീഴുന്നതിൻ്റെ ശക്തി കൊണ്ട് ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ്. എല്ലാവരും അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. വെള്ളത്തിൽ കിടന്ന് മറിയുകയാണ്. അപ്പം വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പയും അമ്മയും എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാണ് ഞാൻ ലാസ്റ്റാണ് ഇറങ്ങിയത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തനിയൊന്നും നിൽക്കണം എന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ അവിടെ കല്ലിൻ്റെ മുഖത്ത് കയറി നിൽക്കുകയാണ്. അവിടുന്ന് കാറ്റടിച്ച് ഞാൻ പറന്നു പോയെന്ന് ഓർത്തു. അതുപോലത്തെ കാറ്റായിരുന്നു. കുടയെല്ലാം പറക്കുമായിരുന്നു. ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടു. അവിടെ പിന്നെ 3 തട്ടുകടയുണ്ട് ചായ കുടിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം എനിക്ക് അവിടുത്തെ പാലമാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു പോവാണ്. അപ്പം ഞങ്ങൾ കാറിൽ കയറിയപ്പം മഴയെ കാണുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. തിരിച്ചു പോയപ്പം പൊന്നൂസ് ഉറങ്ങിയായിരുന്നു. അവൻ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയി. അവൻ കുറേ വഴക്കുണ്ടാക്കിയായിരുന്നു. അന്നേരം ഇറക്കിയില്ല. ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ കുറേ മലകൾ, മഞ്ഞ് മൂടി കിടക്കുന്ന മലകളായിരുന്നു. മഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അന്നേരം ഞാനാണ് വീഡിയോ പിടിച്ചത്. അതുകൊണ്ടാണ് ക്യാമറയൊക്കെ ചെറുതായിട്ട് തലതിരിഞ്ഞൊക്കെ പോയത് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 6 മണി 6:30 അപ്പോൾ ഇനിയും വീണ്ടും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.